നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. ഈ ഒരു വെടിനിർത്തൽ കരാറെല്ലാം തന്നെ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ കാര്യങ്ങൾ ഇനി സമാധാനപൂർണമാകും. കൂടാതെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷവും അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളായിരുന്നു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ മാർച്ചിലെ വെടിനിർത്തൽ കരാർ നിർത്തലായതിനു ശേഷം തന്നെ തൊട്ടടുത്ത ദിവസം മുതൽ ഇസ്രായേൽ അതിലേറെ ശക്തിയിൽ വലിയ ആക്രമണമാണ് ഇപ്പോൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രംപ് ഇപ്പോൾ കനത്ത വെല്ലുവിളി കൂടി ചില ആളുകൾക്ക് നേരെ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, അങ്ങനെ തന്നെ പറയാം. ഇറാന് നേരെ നമുക്ക് ഇപ്പോൾ ഈ കൃഷ്ണൻ സൂചിപ്പിച്ചപ്പോൾ തന്നെ ട്രംപ് അതിശക്തമായിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഈ ഹൂതി വിമതർ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ, രണ്ടാം ഘട്ടത്തിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയ സമയം മുതലാണ് ട്രംപ് വീണ്ടും ഒരു ആക്രമണ രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തിയത്. എന്നാൽ അതിനൊക്കെ മുമ്പ് നമ്മൾ ട്രംപും ഇറാനും തമ്മിലുള്ള ഒരു നീക്കം നോക്കണം. അതായത് ട്രംപ് സത്യത്തിൽ ഇറാന് കൈ കൊടുക്കാനായി നീക്കം നടത്തിയിരുന്നു. ഈ ഖമേനിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് ഒരു കത്ത് ഖമേനിക്ക് അയച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എന്നാൽ ഖമേനി ഈ ഒരു ദയവുമില്ലാതെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. ട്രംപിന്റെ കത്തിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ആ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതിന് പിന്നാലെ തന്നെ ട്രംപ് പറഞ്ഞു, ഇനി എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ശത്രുപക്ഷത്ത് തന്നെയാണ്, നിങ്ങൾക്കിനി ഏതൊരു തരത്തിലുമുള്ള ഒരു മയവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുകയില്ല എന്ന് ട്രംപ് പറയുകയുണ്ടായി. കാത്തിരുന്നത് പോലെ തന്നെ ആ ഘട്ടത്തിലാണ് ഹൂതികൾ ഒരു വെല്ലുവിളി ഇസ്രായേലിന് മേൽ നടത്തിയത്. പറഞ്ഞിരുന്നത് മാർച്ച് 2 ശേഷം മുതൽ ഈ ഭക്ഷണം കൊടുക്കാതെയും ഫലസ്തീനികളെ ദ്രോഹിക്കുന്ന ഇസ്രായേലിനെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ കപ്പലിനെ ഈ ഹൂതികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹൂതികൾക്ക് നേരെ അതിശക്തമായ ഏകദേശം 12ഓളം ഹൂതി കേന്ദ്രങ്ങളിൽ മാരകമായ റെയ്ഡുകളും മാരകമായ ആക്രമണവും തന്നെയാണ് അമേരിക്ക അഴിച്ചുവിട്ടത്. അമേരിക്ക നടത്തിയിരുന്നത്, അതായത് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഹൂതികൾ എന്ന് പറയുന്നത് ഈ അമേരിക്കയോടൊപ്പം അമേരിക്കയ്ക്ക് തുല്യം നിന്ന് പോരാടാനുള്ള ഒരാളല്ല എന്ന് വെല്ലുവിളിക്കുകയും ഹൂതികളെ ഇല്ലാതെയാക്കുകയാണ് വേണ്ടത് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ശക്തമായ ആക്രമണം ഈ അമേരിക്ക അഴിച്ചുവിട്ടത്. പിന്നാലെ ഇപ്പോഴത്തെ അതിനുശേഷം ട്രംപ് നടത്തിയ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഹൂതികൾ ഉയർത്തുന്ന ഓരോ വെല്ലുവിളികൾക്കും, ഹൂതികൾ വിടുന്ന ഓരോ മിസൈലുകൾക്കും കണക്ക് പറയുന്നതും അതിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ആക്രമണങ്ങൾ നേരിടേണ്ടതും അത് ഇറാനാണ് എന്നുള്ളൊരു വെല്ലുവിളി ട്രംപ് നേരത്തെ നടത്തിയിരുന്നു. കാരണം ഇവിടെ ഖമേനി ഇപ്പോൾ അതൊരു മറുപടി, നമ്മൾ പറയുന്നത് മറുപടിയായിട്ട് ഖമേനി വന്നു. സത്യം മറുപടി അല്ല, പേടിച്ചിട്ട് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഹൂതികൾ ഇനി എന്ത് ചെയ്താലും അവിടെ അവരൊരു വിരൽ അനക്കിയാൽ പോലും ഇനി അത് കിട്ടാൻ പോകുന്നത് ഇറാന്റെ മണ്ടയ്ക്ക് തന്നെയാണ്. ഹൂതികളെയും യമനെയും പൂർണ്ണമായി തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഇവിടെ ഖമേനി നടത്തിയിരിക്കുന്നത്. കാരണം ട്രിപ്പിൾ ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള ഇവയുടെയൊക്കെ തന്നെ തലവൻ ആരാന്ന് നമുക്കറിയാം, ഇറാനാണെന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. ഇപ്പോൾ ഇറാന് ജീവനിൽ ഭയമുണ്ട്, ഖമേനിക്ക് ജീവനിൽ കൊതിയുണ്ട്. ഇറാൻ ട്രംപിനെ ഭയക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന് ഇറാൻ തന്നെയാണ്. ട്രംപിന്റെ ഓരോ നീക്കത്തെ കൃത്യമായി നിരീക്ഷിക്കുകയും എപ്പോഴാണ് ഞങ്ങളെ ട്രംപ് അടിക്കുക എന്നുള്ള ഭയത്തിൽ കഴിയുന്ന രാജ്യം തന്നെയാണ് ഇറാൻ. അപ്പോൾ എന്തുകൊണ്ട് ഒരു ചോദ്യം വരും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയുടെ ഈ ഒരു കാര്യം, അതായത് ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു കൈ എന്തുകൊണ്ട് ഇറാൻ തട്ടിയെറിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ അവിടെയും അതായത് അമേരിക്ക എന്ന് പറയുന്നത് ശത്രുപക്ഷത്ത് നിർത്തുന്ന രാജ്യമാണ്. ഇറാന്റെ ശത്രുപക്ഷത്താണ് അമേരിക്കയുള്ളത്. അപ്പോൾ അമേരിക്കക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ ഒരു ആണവായുധ പ്രയോഗം നടത്തണമെന്ന് ഭാവിയിൽ എപ്പോഴെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ അത് അമേരിക്ക അറിയാതെ ഒരു ചെറുവിരൽ പോലും ഇറാന് അനക്കാൻ സാധിക്കുകയില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകണം ഈ അമേരിക്കയുടെ ഈ കത്ത്, ട്രംപിന്റെ ഈ കത്ത് ഖമേനി വേണ്ട എന്ന് വെച്ചത്. ആ ഒരു ദേശം, അതായത് താൻ നടത്തിയ ഒരു നീക്കത്തെ വേണ്ട എന്ന് വെക്കുന്ന രാജ്യത്തെ ശത്രുപക്ഷത്ത് നിർത്തുകയാണ് ട്രംപ് എല്ലായ്പ്പോഴും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത്. ഇവിടെ ഖമേനി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ തലവന്മാരെയും തീർത്തു കഴിഞ്ഞു. എല്ലാ മേഖലയിലാണെങ്കിലും, ഹിസ്ബുള്ളയുടെ ആണെങ്കിലും ഹമാസിന്റെ ആണെങ്കിലും എല്ലാവരുടെയും തലപ്പത്തിരിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് തന്നെ ഇസ്രായേൽ ഇതിനോടകം വകവരുത്തി കഴിഞ്ഞു. ഇനി നോക്കുമ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ പറയാനും ചില കാര്യങ്ങൾ നേരിട്ട് വെല്ലുവിളിക്കാനോ ഈ പറയുന്ന പോലെ മറുപടി പറയാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഖമേനി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജീവനിൽ ഭയം. പലപ്പോഴും നമ്മൾ അതിനിടയിലൊക്കെ കണ്ടിരുന്നു അദ്ദേഹം എവിടേക്കോ രഹസ്യ കേന്ദ്രത്തിലേക്കൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നു. ഏതായാലും
ആ ഒരു ഭയം കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ കൂടി ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വാണിംഗ് വന്നപ്പോൾ പേടിച്ചിട്ട് വേഗം തന്നെ ഒരു മറുപടി നൽകിയത്. ഇനിയിപ്പോ ഇവിടെ നമുക്ക് അറിയാനുള്ളത് ബന്ദികളുടെ കാര്യം എന്താകും എന്നാണ്. കാരണം ഈ പറയുന്ന പോലെ ഘട്ടം ഘട്ടമായിട്ട് 3-4 ബന്ദികളെയൊക്കെ തന്നെ ഹമാസ് അവിടെ കൈമാറ്റം ചെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ചും ഇവിടെ പലസ്തീൻ ആളുകൾ, ഇസ്രായേലിൽ തടവിലുള്ള ആളുകളെ തിരിച്ചും അങ്ങോട്ടും ഇസ്രായേൽ കൈമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന വീണ്ടും സംഘർഷം രൂക്ഷമായ സ്ഥിതിക്ക് ഹമാസ് ഇനി ഈ ബന്ദികളുടെ ജീവൻ അവരെ എല്ലാവരെയും കൊലപ്പെടുത്തും, എല്ലാവരെയും ഇനി ആരെയും വിട്ടുകൊടുക്കില്ല, എല്ലാവരെയും ഇനി കൂട്ടത്തോടെ കൊല ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി അത് എന്താകും എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി. അതായത് ഇന്ന് രാവിലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അവശേഷിക്കുന്ന ഒരൊറ്റ ബന്ദികളെയെങ്കിലും നിങ്ങൾ തിരിച്ചേൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, പറഞ്ഞതിന്റെ വഴിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായുള്ള ഭീഷണി, പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറിപ്പിച്ച് കളയും, നിങ്ങളെ ഇല്ലാതാക്കി കളയുമെന്ന് തന്നെയാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. കരവഴിയും കടൽ വഴിയും ആകാശം വഴിയും കൂടുതൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ, ആക്രമണം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത്. കാരണം ഇസ്രായേൽ ഇനി മറിച്ചൊന്നും നോക്കാനില്ല. ട്രംപിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ഈ കൃത്യമായ കാര്യങ്ങളും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ അവശേഷിക്കുന്ന ബന്ദികളെ കിട്ടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന കാര്യം. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ യുവാവായിട്ടുള്ള ബന്ദി ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ആ ബന്ദിയെ ഇതുവരെ പുറത്തെത്തിച്ചിട്ടില്ല. അതൊക്കെ കൂടി തന്നെയാണ് ഒരു 3.0 യുദ്ധം 3.0ക്ക് ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിന്റെ കൂടി ഫലം തന്നെയാണ് നമ്മൾ ചെങ്കടലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒക്കെ തന്നെ ആഫ്റ്റർ എഫക്റ്റ് ആയി. നിങ്ങൾ എന്തു വേണോ ആയിക്കോ, ഞങ്ങളില്ല ഈ കളിക്ക്, ഞങ്ങൾ വിട്ടു നിൽക്കുന്നു, ഞങ്ങൾക്കിനി ജീവിച്ചു പോകണം എന്നുള്ള മട്ടിലാണ് ഇറാൻ കൈയൊഴിഞ്ഞത്. സത്യത്തിൽ പേടിച്ച് വിറച്ച് ഓടി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറില്ല. അക്ഷരാർത്ഥത്തിൽ ഖമേനിയുടെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. നെതന്യാഹു ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഗാസയിലെ ചില ഭാഗങ്ങൾ സ്ഥിരമായി പിടിച്ചെടുക്കും എന്നുള്ളത്. കാരണം ഇപ്പോൾ അവിടെ അവരുടെ സൈനിക ടാങ്കുകളും അതുപോലെ തന്നെ സൈനികരൊക്കെ തന്നെ പല ഭാഗങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇത് തുടരുകയാണെങ്കിൽ ഇനി ആ ഭാഗങ്ങൾ സ്ഥിരമായി പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗമാക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഓൾറെഡി ഇവിടെ ചർച്ച നടക്കുകയാണ്. ഗാസയെ വീണ്ടും അതെ അതും ഇവിടെയുള്ള ഇപ്പോൾ നിലവിലുള്ള ആളുകളെയൊക്കെ തന്നെ ഈ പറയുന്ന മറ്റേതെങ്കിലും അയൽ രാജ്യങ്ങളിലേക്ക് മാറ്റിയിട്ട് ഇവിടെ വീണ്ടും പുതിയൊരു ഈ ട്രംപ് അടക്കം പറഞ്ഞിട്ടുള്ളത് ഇവിടെ കടലോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പോൾ ആ ഒരു ചർച്ചകളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഗാസയിലെ ചില ഭാഗങ്ങൾ സ്ഥിരമായി തന്നെ തങ്ങളുടെ ഭാഗത്തേക്ക് മാറ്റുമെന്നുകൂടെ നെതന്യാഹു ഈ ഒരു പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതിൽ സത്യത്തിൽ ആ ഒരു പ്രസ്താവന കൂടെ വന്ന സ്ഥിതിക്ക് ആ ഒരു പ്രസ്താവന കൂടി കണ്ടതിന് പിന്നാലെയാണ് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇറാൻ പ്രസിഡന്റ് പേടിച്ചിരിക്കുന്നത്. കാരണം ഹൂതികൾ തൊടുത്തുവിടുന്നത്, അതായത് യമന് പ്രതിഷേധിക്കാനുള്ള, യമനിലെ സായുധ സംഘടനയാണല്ലോ ഹൂതികൾ, ഈ യമൻ പ്രതിഷേധിക്കാനും ഹൂതികൾക്ക് പ്രതിഷേധിക്കാനുമുള്ള, സ്വതന്ത്രമായി പ്രതിഷേധിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അവരൊക്കെ തന്നെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കോ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾക്കോ വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ പ്രതിഷേധം അറിയിക്കുന്നത്. അതുകൊണ്ട് അതിനൊന്നും തന്നെ ഇറാൻ തൽക്കാലത്തേക്ക് ഉത്തരവാദിത്വ അല്ല എന്ന് വ്യക്തമാക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളവും അതായത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സ്ഥിതി, ഏത് നിമിഷവും ഇസ്രായേലിന്റെ, അതായത് ഖമേനിയുടെയൊക്കെ തലയ്ക്ക് മുകളിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയൊക്കെ വാള് ഓങ്ങി വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഘട്ടം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി കാലം കഴിയുന്നത് വരെ ജീവിക്കണമെങ്കിൽ ട്രംപിനെ ഒക്കെ തന്നെ അതായത് ആക്രമിക്കുകയല്ല, മറിച്ച് ഒന്നും ചെയ്യാതെ കണ്ടില്ല കേട്ടില്ല തടിച്ച് ജീവിച്ചാൽ മാത്രമേ കഴിഞ്ഞു പോകാൻ സാധിക്കുകയുള്ളൂ എന്നതിന്റെ ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയാം. ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ബന്ദികളെ പൂർണ്ണമായി വിട്ടു നൽകില്ല എന്നുണ്ടെങ്കിൽ, അതായത് തങ്ങളുടെ ഒരു ബന്ദിക്ക് വേണ്ടി തങ്ങൾ പിടിച്ചുവെച്ച എല്ലാ ഹമാസ് നേതാക്കളെ പൂർണ്ണമായും ഹമാസ് ബന്ദികളെ വിട്ടയക്കാൻ പോലും തയ്യാറായ രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. തങ്ങളുടെ അതായത് ജൂതന്മാർക്ക് വേണ്ടി, തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ പോകുന്ന കഴിവുള്ള ജനങ്ങളാണ്. മാത്രമല്ല ഇന്ന് ഹമാസ് തലവനെ വധിച്ചിട്ടുണ്ടല്ലേ? അതെ. തെക്കൻ ഗാസയിൽ വ്യോമാക്രമണത്തിലാണ് ഹമാസിന്റെ ഒരു സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷ് എന്നാണ് പേര്. അത് ഈ ഒരു ഹമാസിന്റെ ഈ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവനാണ്. മാത്രമല്ല ഈ 2023 ഒക്ടോബർ 7 നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ അതിന്റെയൊക്കെ മുഖ്യ ഒരു സൂത്രധാരൻ കൂടിയാണ് ഈ ഒരു ഉസാമ
ഒസാമ തബാഷ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഹമാസിന്റെ നേതാവ്, അവരെ കൂടി ഒരു തലവനെ കൂടി തീർത്തിരിക്കുകയാണ്. അതായത് മസ്തകത്തെ പിളർത്തി എന്നുള്ളതാണ്. അത് ഈ പ്രധാനമായും ഇതിന്റെ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ തന്നെ മൂല കാരണം എന്ന് പറയുന്നത് നമുക്കറിയാലോ. 2023 ഒക്ടോബർ 7 നടന്ന ആ പ്രശ്നം തന്നെയാണ്, ആ രാത്രി നടന്ന പ്രശ്നം തന്നെയാണ്. നുഴഞ്ഞു കയറിയ 6ഓളം വരുന്ന ഹമാസ് ഭീകരരുടെ ആ പൊട്ടിത്തെറിയൊക്കെ തന്നെയാണ് വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം വെച്ചത്. സത്യത്തിൽ ആ പൊട്ടിത്തെറിക്ക് വഴിവെച്ച ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് നെതന്യാഹു പറഞ്ഞു. അവരുടെ മടയിൽ കയറി അടിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയെ കൂടി ഇപ്പോൾ വധിച്ചിരിക്കുന്നു എന്ന ശുഭകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശുഭകരമായ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവയൊക്കെ തന്നെ റിപ്പോർട്ടും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്കറിയാവുന്നത് എന്തായിരിക്കും ഇനി അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഗാസയിൽ കനത്ത വ്യോമാക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ട്രക്കുകളൊക്കെ തന്നെ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരുടെ ഒരു മുതിർന്ന തലവനെ, സൈനിക യൂണിറ്റിന്റെ തലവനെ വകവരുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഖമേനി പേടിച്ചിട്ടാണെങ്കിൽ ഒരു മറുപടി നൽകി. പക്ഷെ എന്തായിരിക്കും ഇതിന്റെ അന്ത്യം എന്നുള്ളത്, പെട്ടെന്നൊരു അന്ത്യം ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം 1 വർഷം കഴിഞ്ഞു ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട്. ഏതായാലും എന്തായിരിക്കും അടുത്ത ഒരു മണിക്കൂർ, കാരണം മധ്യസ്ഥ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോഴും പല രാജ്യങ്ങളും മുന്നിട്ടിറങ്ങി നടത്തുന്നുണ്ട്. പക്ഷെ വീണ്ടും ഒരു വെടിനിർത്തൽ കരാറെല്ലാം പ്രാബല്യത്തിൽ വരുമോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കും നോക്കിക്കാണാം. Malayali Warta Plus, like, share and subscribe.